ഞാൻ ആ ഫോട്ടോയൊക്കെ ആയി നേരെ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. അവന്മാരെക്കുറിച്ച് അന്വേഷിക്കണമെന്നും പറഞ്ഞ് ഒരു പരാതിയും ഞാൻ അവിടെ കൊടുത്തു. സിദ്ധുവേട്ടന് സംഭവിച്ച അപകടത്തിന്റെ ഉത്തരവാദികൾ അവരാണെന്ന നിലയ്ക്കായിരുന്നു ഞാൻ പരാതി കൊടുത്തത്. ഏതായാലും പോലീസിന്റെ അന്വേഷണത്തിന് ചേച്ചി അയച്ചു തന്ന ഫോട്ടോസുകൾ ഉപകാരപ്പെടും. അല്ല, ചേച്ചി എങ്ങനെ ഇവന്മാരെക്കുറിച്ച് മനസ്സിലാക്കി? കുട്ടന് വേണ്ടിയുള്ള നേർച്ച നടത്താനായി അമ്പലത്തിൽ പോയപ്പോഴാ അവിടെ വെച്ച് ഞാൻ ഇവന്മാരെ കണ്ടത്. ഓ, അവര് പറഞ്ഞത് കേട്ടപ്പോ ഞാൻ ഞെട്ടിപ്പോയി. അനീഷേട്ടനോട് പറഞ്ഞ് അവരെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവര് രക്ഷപ്പെട്ടു. ആരും അവർക്ക് മുന്നറിയിപ്പ് കൊടുത്ത പോലെയാ അവര് രക്ഷപ്പെട്ടത്. അതുകൊണ്ടാ ഈ കുടുംബത്തിൽ നിന്ന് തന്നെ കുട്ടന് അപകടം സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നിയത്. എന്തായാലും ആമാരുടെ ഫോട്ടോസ് എടുക്കാൻ തോന്നിയത് നന്നായി. ഇനി അവരെ എവിടെ വെച്ച് കണ്ടാലും പെട്ടെന്ന് തിരിച്ചറിയാനാവുമല്ലോ. പോലീസ് അന്വേഷിക്കട്ടെ, പാരലായിട്ട് നമുക്ക് അന്വേഷിക്കാം. ഇവരെ ഉടനെ പിടികൂടണം. ഇല്ലെങ്കിൽ കുട്ടൻ ഇനിയും ഇവര് കാരണം ആപത്ത് വരുമെന്ന പേടിയില് നമുക്ക് കഴിയേണ്ടി വരും. ഇവന്മാരെ മാത്രല്ല, ഇവന്മാരെ നിയന്ത്രിക്കുന്ന ആരോ ഒരാൾ ഇവരുടെ പിന്നിലുണ്ട്. അയാളെയും കണ്ടുപിടിക്കണം. സിദ്ധുവേട്ടന്റെ ശത്രുക്കൾ ആരായാലും ശരി, അവരെ കണ്ടെത്തി നിയമത്തിന്റെ മുന്നിൽ എത്തിച്ചിരിക്കും. ഇതിന്റെ പിന്നിലുള്ള ഒരു കുറ്റവാളിയെ രക്ഷപ്പെടാൻ നമ്മൾ അനുവദിക്കില്ല. എത്ര നേരം വെയിറ്റ് ചെയ്തെന്നറിയാം. എന്താ വരാതിരുന്ന? ശില്പല്ല വരാതിരുന്ന? എന്താ വരാണ്ടിരുന്ന ശില്പ? പറ ശില്പ. ചേച്ചി, ചേച്ചി എന്താ ചിന്തിക്കുന്നത്? ഞാൻ കുട്ടനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. കുട്ടൻ എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് ശരിക്കും ഞാൻ അറിഞ്ഞത് എസ്റ്റേറ്റിൽ പോയപ്പോഴായിരുന്നു. കുട്ടൻ എന്നെ വെറുതെ അല്ല മാലാഖ വിളിക്കുന്നത്. ശരിക്കും എന്നെ ഒരു മാലാഖയെ പോലെ കണക്കാക്കിയിട്ടാ കുട്ടൻ എന്നോട് പെരുമാറുന്നത്. എന്നിൽ നിന്ന് കിട്ടുന്ന സ്നേഹം മറ്റാരിൽ നിന്നും കിട്ടിയിട്ടില്ലെന്ന് കുട്ടൻ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ആളവിടെ എന്നോടൊപ്പം വലിയ സന്തോഷത്തിലായിരുന്നു. കുട്ടന്റെ ആ സന്തോഷം കണ്ടപ്പോഴേ ഞാനും ഒരുപാട് സന്തോഷിച്ചു. ഒരുപക്ഷെ ഞാൻ മറ്റാരെങ്കിലുമാണ് വിവാഹം കഴിച്ചിരുന്നെങ്കിൽ അയാൾക്കൊരിക്കലും കുട്ടനെ പോലെ എന്നെ സ്നേഹിക്കാൻ കഴിയില്ലായിരുന്നു. കുട്ടനെ ഭർത്താവായി കിട്ടിയത് എന്റെ ഭാഗ്യം തന്നെ ഗോപിക. ചേച്ചിയുടെ കാര്യത്തില് എനിക്കിപ്പോ ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കൊരു നല്ല ജീവിതം കിട്ടാൻ വേണ്ടി ചേച്ചിയുടെ ജീവിതം നശിപ്പിച്ചു എന്നൊരു കുറ്റബോധം എനിക്കുണ്ടായിരുന്നു. ഇപ്പോ ആ ചിന്തയൊക്കെ മാറി. എന്റെ ചേച്ചിക്ക് കിട്ടിയത് ഒരു നല്ല ജീവിതമാണെന്ന് എനിക്ക് മനസ്സിലായി. അതില് വല്ലാത്ത മനസ്സമാധാനമുണ്ട്. ആർക്കും ഒരു ദ്രോഹം ചെയ്യാത്ത ആളല്ലേ ചേച്ചി. അതുകൊണ്ട് ഇത്രയും നല്ല ഹൃദയമുള്ള ചേച്ചിയെ ആർക്കും സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല. ഇങ്ങനൊരു ചേച്ചിയെ കിട്ടിയത് എന്റെ ഭാഗ്യം. എത്ര നേരം വെയിറ്റ് ചെയ്തെന്നറിയാം. ശില്പല്ല വരാതിരുന്ന? എന്താ വരാതിരുന്ന? എന്താ വരാണ്ടിരുന്ന ശില്പ? പറ ശില്പ. എന്താ മോളെ, എന്താ നിനക്ക് പറയാനുള്ളത്? എനിക്കൊരു കാര്യം അറിയണമായിരുന്നു. അതിനെന്തിനാ ഇത്രയ്ക്ക് വലിയൊരു മുഖവുര? ചോദിക്കാനുള്ള എന്താന്ന് വെച്ചാ മോള് ചോദിക്കേ.
കുട്ടനെ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മ കിട്ടുന്ന നേരത്തെല്ലാം ശില്പ എന്നൊരു പേര് പറയാറുണ്ട്. ഒരിക്കലല്ല, പല പ്രാവശ്യം അത് പറഞ്ഞിട്ടുണ്ട്. ആരായി ശില്പ? അച്ഛനും അമ്മയ്ക്കും ആ ശില്പയെക്കുറിച്ച് എന്തെങ്കിലും അറിയാവോ? ശില്പ അതാരാണെന്ന് സത്യത്തിൽ ഞങ്ങൾക്ക് അറിയില്ല മോളെ. അപകടത്തിന് മുമ്പ് സിദ്ധു ഒരിക്കലും ഇങ്ങനെ ഒരാളെ പറ്റി സംസാരിച്ചിട്ടേ ഇല്ല. എന്തോ ഒരുപക്ഷെ ശില്പ സിദ്ധുവിന്റെ ഏതെങ്കിലും സുഹൃത്തോ കൂടെ പഠിച്ച പെൺകുട്ടിയോ മറ്റോ ആവാം. ആരായാലും ഞങ്ങൾക്ക് ആളിനെ പരിചയമില്ല. കുട്ടൻ അത്രയ്ക്കും വേണ്ടപ്പെട്ട ആരോ ആണ് ശില്പ. അതുകൊണ്ടാ കുട്ടൻ ആ പേര് ഓർത്തെടുത്ത് പറയുന്നത്. അതെന്താ സിദ്ധു ശില്പയുടെ പേര് പറഞ്ഞത് കേട്ടപ്പോ മോക്ക് വിഷമായോ? ഞാനെന്തിനു വിഷമിക്കണം? ഒരിക്കൽ ഓർമ്മ വന്ന് സിദ്ധു വിളിച്ചു പറയുമ്പോഴാ ശില്പയുടെ പേര് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കുന്നത് തന്നെ. ശില്പയെക്കുറിച്ച് ആലോചിച്ച് മോള് ടെൻഷനാവണം. മോള് സിദ്ധുവിന്റെ ഭാര്യയാണ്, ഈ വീട്ടിലെ മരുമകളാണ്. അത് എന്നും അങ്ങനെ തന്നെയായിരിക്കും. സ്വന്തം ഭർത്താവ് മറ്റൊരു പെണ്ണിനെ കുറിച്ച് അടുപ്പം തോന്നുന്ന തരത്തിൽ സംസാരിക്കുമ്പോൾ ഏതൊരു പെണ്ണിനായാലും വിഷമം തോന്നും. ആ വിഷമം ദേവിയേക്കും തോന്നിയിട്ടുണ്ടാവും.